ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 24. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ വചനം, ഹല്ലേലൂയ, സ്തോത്രം, അത്ര മധുരമാണ്. നമ്മൾ വാഞ്ചിച്ചു മോഹിച്ചു പോവും. ഹല്ലേലൂയ, 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 സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് നന്ദി. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഇതൊരു തേൻ കൂടാണ്. ഇത് തുറന്ന് വായിക്കുമ്പോൾ തേനിനെ കാട്ടി മധുരമാണ്. ഇറ്റി വീഴും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യനെ ആർക്കും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് ഒരു മനുഷ്യനക്ക് ആരും ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റില്ല. കാരണം കുറവുകളുണ്ടാകും. ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യനെ പൂർണ്ണമായി സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തും ഇനി വരാനുള്ള ലോകത്തും കൊണ്ടുപോയി സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് ഒരേ ഒരു വ്യക്തിക്കാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല. എപ്പോഴും എന്നിൽ സന്തോഷിപ്പിന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ നമ്മൾക്ക് സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. മദ്യപിച്ച സന്തോഷം കിട്ടില്ല, സമാധാനം കിട്ടില്ല. മന്ദബുദ്ധികളായി പോവും. പന്നി മാംസം ഭക്ഷിച്ച അശുദ്ധരായി തീരും. ക്രിസ്മസിന് ഒരു സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 3 കിലോ പന്നി ഇറച്ചി മേടിച്ചിട്ടുണ്ടെന്ന്. അവർ പ്രാർത്ഥനയ്ക്ക് പോണവരാണ്. അവർ പന്നി ഇറച്ചി ഭക്ഷിക്കണം. ആശ്ചര്യപ്പെട്ടു പോയി. എൻ്റെ ദൈവമേ, യേശപ്പനെ പ്രാർത്ഥിച്ചിട്ട് ഇവരെന്താ പന്നി ഇറച്ചി ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അറുവറുപ്പുള്ള മനുഷ്യന്മാരുടെ അടുത്ത് നമ്മൾ കൂട്ടുവെക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേറുപെട്ട ജീവിതങ്ങൾ നയിക്കണം. കർത്താവ് വിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അശുദ്ധമെന്ന് പറഞ്ഞ് വിലക്കിയത് നിങ്ങളും അശുദ്ധമെന്ന് പറഞ്ഞ് വിലക്കുവീൻ. ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന്. ഈ വചനം നമ്മൾ അനുസരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. നമ്മളെ ദൈവം കാത്തു സൂക്ഷിക്കും. ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചിട്ട് സ്തോത്രം. നമ്മളെ എല്ലാവരുടെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.